എൻ്റെ പേര് നന്ദകുമാർ എന്നാണ്. ഞാൻ കിളിമാനൂർ KSRTCയിലെ ഒരു കണ്ടക്ടറാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വർക്കല ഊന്നിൻമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതൊക്കെ. കുട്ടിക്കാലം അവിടെ തന്നെയാണ് ചിലവഴിച്ചത്, 6ാം ക്ലാസ് വരെ. 6ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുടിയേറുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ ഓർമ്മയിൽ ഈ ശാസ്ത്ര താല്പര്യത്തോട് ശാസ്ത്രത്തോട് വളരെ താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് ചുറ്റും കിട്ടുന്ന സാധനങ്ങളെ കളക്ട് ചെയ്യുകയും, അപ്പോൾ അത് വെച്ച് ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ ഒഴിവ് സമയങ്ങളിൽ ആ ഒരു ഇതിൽ പല രൂപങ്ങളുണ്ടാക്കുകയും അതൊരു നോക്കി കാണുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വിനോദമായിരുന്നു. അപ്പം കുട്ടികളെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും അറിയാം. കാരണം എൻ്റെ പോക്കറ്റ് നിറയെ റോഡിൽ നിന്ന് കിട്ടുന്ന അടപ്പുകൾ, ബൾബുകൾ, ബാറ്ററികൾ, ചെറിയ വയറിൻ്റെ കഷ്ണങ്ങൾ, ഇതെല്ലാം കൊണ്ട് ഞാൻ വീട്ടിൽ പ്രത്യേക ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ സ്കൂൾ വിട്ട് ഇറങ്ങി ഉടനെ എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി പല സാധനങ്ങളും ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് ഞാൻ അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. നമുക്ക് അടുക്കളയിൽ കിട്ടുന്ന സോഡാപ്പൊടി, അതുപോലുള്ള കറിയുപ്പ്, പിന്നെ അന്ന് ഒരു കുപ്പിയിൽ ഇത് കലക്കി വെച്ചിട്ട് ഞാൻ അതിൽ ഒരു കഷ്ണം പുളി എടുത്തിട്ടപ്പോൾ നല്ല രീതിയിൽ ഇത് പതഞ്ഞ് പൊങ്ങുന്നത് വളരെ കൗതുകത്തോടുകൂടി ഞാൻ നോക്കി നിന്നായിരുന്നു. ഞാൻ ഈ കുപ്പിയുടെ അടപ്പ് വിരൽ വെച്ച് അമർത്തിയപ്പോഴും എൻ്റെ വിരലിനെ അമർത്തി ആ ഒരു പ്രഷർ കൊണ്ട് കൈനെ ഉയർത്താനുള്ള ഒരു പ്രഷർ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ആ അടപ്പിൽ, റബ്ബർ അടപ്പിൽ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് അതിൽ പിന്നെ ഒരു ചെറിയ റീഫിൽ ഇറക്കി വെച്ച് ഇപ്പോൾ ജെറ്റ് പോലെ അത് തെറിക്കുന്നത് ഞാൻ കണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്കൊരു ഐഡിയ തോന്നി, അപ്പോൾ അച്ഛനെ കാണിക്കണമല്ലോ ഇത്. അപ്പോൾ അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നൂലിൽ കെട്ടി ഇറക്കിയിട്ട്, അപ്പോൾ ഞാൻ ഒരു പമ്പ് സെറ്റ് ഉണ്ടാക്കി. നോക്കിട്ടിടാന്ന് പറഞ്ഞു. അപ്പോഴാ അച്ഛനറിയാം എന്തോ മേലാൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടെ ഈ ലൈറ്റിലൊക്കെ കത്തിച്ച് കാണിക്കുകയും സ്വിച്ചൊക്കെ ഇട്ട് കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നോക്കിട്ടിടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുപ്പിയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ നൂലിൽ വലിച്ചപ്പോൾ തന്നെ ഈ സാധനം പിന്നെ സോഡാപ്പൊടിയായിട്ട് കോണ്ടാക്ട് ഉണ്ടായി. അത് പെട്ടെന്ന് പതഞ്ഞ് പൊങ്ങി ജെറ്റ് പോലെ തെറിച്ച, ഒരു പമ്പ് സെറ്റ് പോലെ തന്നെ തെറിച്ച്. അപ്പോൾ വളരെ കൗതുകം തോന്നി, ഇതെങ്ങനെയാണ് അത് ഒപ്പിച്ചതെന്ന് പറഞ്ഞ് നോക്കിട്ടിടാന്ന് പറഞ്ഞു. അപ്പോഴേ അച്ഛൻ തുറന്നു നോക്കിയപ്പോൾ സാധനമൊന്നുമില്ല, എല്ലാം തെറിച്ച് പോയത്. അങ്ങനെ അതിൻ്റെ ശാസ്ത്രീയ രീതിയൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞൂടാ, എങ്കിലും അതിനകത്തുള്ള പ്രഷർ കൊണ്ട് ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് അച്ഛന് തന്നെ വളരെ കൗതുകവും താല്പര്യവും സന്തോഷവും എല്ലാം കൂടെ തോന്നി. പണ്ട് വീട്ടിലെ റേഡിയോ എന്നെ തൊടാൻ സമ്മതിക്കില്ല, കാരണം ഞാൻ വലിച്ച് നശിപ്പിക്കുമെന്നറിയാം. എങ്കിലും ഞാൻ അകത്തൊക്കെ ഒളിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമാണ് ഈ ചെറിയ സാധനങ്ങളൊക്കെ അതിനകത്ത് എങ്ങനെ പാട്ട് കേൾക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു കൗതുകം. എന്നാൽ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ഒരു കടയിൽ അന്ന് റേഡിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോഴേ അച്ഛനൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് ഇത്തിരി സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറായിരുന്നു, സിംഗപ്പൂരിൽ നിന്ന് വന്ന്. അപ്പോൾ അച്ഛൻ മരിച്ചതോടുകൂടിയാണ് നമുക്ക് അതെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ പിന്നെ അവിടുത്തെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ഈ വെഞ്ഞാറമൂട് എന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ച് വളരെ ബുദ്ധിമുട്ടി. എൻ്റെ ഭർത്താവ് അയ്യന്യക്കാരനായിരുന്നു. അന്ന് എനിക്ക് പെൻഷൻ അങ്ങനെ തന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ രാജീവ് ഗാന്ധിക്ക് ഞാൻ ലെറ്റർ എഴുതി, മലയാളത്തിൽ തന്നെ എഴുതി. പിന്നെ അയ്യന്നയിൽ പോയി തോക്കെടുത്ത് യുദ്ധം ചെയ്ത അയ്യന്നക്കാരൻ്റെ വിധവയായ എനിക്ക് എന്തുകൊണ്ട് പെൻഷൻ തരുന്നില്ല, ഞാൻ തികച്ചും പെൻഷൻ അർഹയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എൻ്റെ ഫയലുകളെല്ലാം ഒന്നുകൂടി പുനഃപരിശോധിക്കണം എന്നും പറഞ്ഞ് ഞാൻ രാജീവ് ഗാന്ധിക്ക് എഴുതിയിരുന്നു. അന്ന് വലിയൊരു തുക എനിക്കായിട്ട് അയച്ചു കിട്ടി. എത്ര മാത്രം ഉണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സില്ല, മറന്നുപോയി. വലിയൊരു തുക എനിക്ക്. അപ്പോഴും ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന സമയത്ത് പിള്ളേരെല്ലാം പറയും, രാജീവ് ഗാന്ധി അമ്മയ്ക്ക് പെൻഷൻ അയച്ചിരിക്കുന്നു എന്നൊക്കെ കളിയാക്കി പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പണ്ടൊരു ചെറിയ ടോയ് വണ്ടി ഉണ്ടാക്കി. അപ്പോൾ വണ്ടി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ചെറിയ വളഞ്ഞൊക്കെ വരാൻ വേണ്ടി ഞാൻ ഫ്രണ്ട് വീലിൽ വളയ്ക്കാനുള്ള ഒരു സംവിധാനം വെച്ച് അതിനെ തള്ളി നീക്കി വളയ്ക്കാനുള്ളൊരു ശ്രമം നടത്തിയെങ്കിൽ അത് ശരിക്കും വളയുന്നില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഫ്രണ്ട് വീല് വളച്ചെങ്കിലും വണ്ടി വളയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഞാൻ
ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഫ്രണ്ട് വീല് മാത്രം വളഞ്ഞാൽ വണ്ടി വളയോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് ബാക്ക് വീലിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല, ഫ്രണ്ട് വീലിൽ മാത്രമാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ എൻ്റെ ആ സംശയം എനിക്കത് തീർന്നില്ല. വീണ്ടും ഞാൻ മറ്റ് വേറൊരു മെക്കാനിക്കിനെ കണ്ട് വഴിയിൽ വെച്ച് ഞാൻ ഒരു സംശയം ചോദിച്ചായിരുന്നു, സാറേ ഈ ഫ്രണ്ട് വീലിലും മാത്രം വളഞ്ഞാൽ വണ്ടി വളഞ്ഞു വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ നോക്കിയിട്ട് പറഞ്ഞ് അങ്ങനെ വളയത്തില്ല, ബാക്ക് വീല്, അതായത് വണ്ടി ഇടത്തോട്ട് തിരിയുമ്പോൾ ബാക്ക് വീല് ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ മാത്രമേ വണ്ടി വളയുള്ളൂ. പറഞ്ഞ് ബാക്ക് വീലിൽ വണ്ടി വളയാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതാണ് ഡിഫറൻഷ്യൽ ഗിയർ. അപ്പോൾ ഈ ഒരു ഡിവൈസ് എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ ഗിയർ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കാണിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പം നമുക്കെല്ലാം അറിയാം, വണ്ടി സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വണ്ടി വളച്ചു കഴിഞ്ഞാൽ വണ്ടി വളഞ്ഞു പോകും. പക്ഷേ സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വണ്ടി വളച്ചത് കൊണ്ട് മാത്രം വണ്ടി വളയണമെന്നില്ല. ഇത് അപ്പോൾ ഒരു വണ്ടിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ വളഞ്ഞു വരണമെങ്കിൽ ഡിഫറൻഷ്യൽ ഗിയറിന് പ്രാധാന്യമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാം. ഇപ്പോൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് രണ്ട് വീലിലും ഈക്വൽ ഫോഴ്സാണ് വരുന്നത്. ഈക്വൽ ഫോഴ്സ് വരുന്ന സമയത്ത് വണ്ടി ഈ രണ്ട് വീലിലും ഒരേപോലെ ടോർക്ക് വരുന്നതുകൊണ്ടാണ് ഇത് ഒരേപോലെ കറങ്ങുന്നത്. അതേസമയം ഒരു സൈഡ് വണ്ടി ഇടത്തോട്ട് വളയുമ്പോൾ ഇടത്തോട്ടുള്ള വീല് കൂടുതൽ കറങ്ങുകയും വലത്തോട്ടുള്ള വീല് കുറച്ച് കറങ്ങുകയും ചെയ്യും. അവിടെ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കുമ്പോൾ തന്നെ ഫ്രിക്ഷൻ വരുന്ന സമയത്ത് തന്നെ ഇത് ഫ്രീ ആയിക്കൊണ്ട് ഈ വീലിൽ കൂടുതൽ ലോഡ് വരുന്നു. എന്നാൽ ഈ വീലിൽ ചെറിയ ഒരു ഫ്രിക്ഷൻ വരുന്ന സമയത്ത് തന്നെ ഇവിടെ അത് ഫ്രീ ആവുകയും ഈ വീലിൽ കൂടുതൽ റൊട്ടേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടി വളഞ്ഞു വരുമ്പോഴത്തേക്ക് വണ്ടി ഇടത്തോട്ട് വളയുമ്പോഴത്തേക്ക് ഇടത്തോട്ടുള്ള വീല് കൂടുതൽ വളയുകയും മറ്റത് ഫ്രീ ആയി കൊടുത്തെങ്കിൽ മാത്രമേ വണ്ടി വളഞ്ഞു വരുള്ളൂ, അല്ലെങ്കിൽ വണ്ടി ഫ്രണ്ട് വീലിൽ നിറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രവർത്തനം വളരെ കുട്ടിക്കാലം മുതൽ എനിക്കിത് മനസ്സിലാക്കുന്നുള്ളത്, ഒരു ടോയ് ഉപയോഗിച്ച് ഞാൻ രണ്ടും ഒരേ ആക്സിലിൽ കൊടുത്ത സമയത്ത് വണ്ടി വളയാത്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നത്. അപ്പോൾ ഈ ആക്സിലിനെ കട്ട് ചെയ്ത് രണ്ടാക്കി ഫ്രീ ആക്കി വെച്ച സമയത്ത് മാത്രമാണ് അത് വണ്ടി യഥാർത്ഥത്തിൽ വണ്ടി വളഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് വണ്ടിയിൽ ഒരു ഹൗസിങ്ങും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഗിയർ ഉപയോഗിക്കുന്നത്. അപ്പം എല്ലാ വണ്ടിക്കകത്ത് ഇഞ്ചിനുണ്ട്, ഇഞ്ചിനും ഗിയർ സെറ്റും ഉണ്ട്. ഒരു ട്രാൻസ്മിഷൻ ഒരു ജോയിൻ്റ് വഴിയാണ് ഈ ബാക്ക് വീലിലോട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്. SSLC പരീക്ഷയിൽ ഞാൻ തോറ്റപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വീട്ടിൽ എല്ലാവരും പ്രഷറൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് അടുത്ത തവണ ഞാൻ പരീക്ഷയ്ക്ക് എന്തായിരുന്നാലും ജയിക്കുമെന്ന് ഉറപ്പ് കൊടുത്ത ശേഷം പരീക്ഷ എഴുതി. അപ്പോൾ എനിക്കൊരു വിശ്വാസം വന്നു. അപ്പോൾ ആ ഇടയ്ക്ക് 2 മാസത്തെ ഗ്യാപ്പിൽ ഞാൻ ഒരു റേഡിയോ കടയിൽ പോയി. റേഡിയോ കടയിൽ എനിക്ക് പരിചയമുള്ള ഒരു കൂട്ടുകാരൻ അവിടെ നിന്ന് റേഡിയോ മെക്കാനിക്കാണ്. അപ്പോൾ അയാളെ കെയറോപ്പിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സാറ് നാളെ മുതൽ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് റേഡിയോ കാര്യങ്ങൾ കണ്ടറിയാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ അന്നൊരു എൽബോർഡ് ആയിരുന്നു കൂടുതലും റേഡിയോ ഉണ്ടാക്കുന്നതിന് ഈ ഒരു എൽബോർഡുള്ള റേഡിയോ ആയിരുന്നു കൂടുതലും അന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഒരു എൽബോർഡ് വാങ്ങിച്ച് സാധനങ്ങളൊക്കെ അതിൽ നോക്കി പറക്കിയിടാനൊക്കെ ഒരു പ്രാവശ്യം എനിക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ, സർക്യൂട്ടിൻ എന്നതാണെന്ന് പറഞ്ഞു തന്നു. എൻ്റെ ഒരു താല്പര്യം എത്രയും പെട്ടെന്നൊരു റേഡിയോ ഉണ്ടാക്കുക. അന്ന് കൈ കിട്ടുന്ന പൈസ എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് തരുന്നതേ ഉള്ളൂ. അന്ന് എല്ലാ വീട്ടിലും റേഡിയോയിൽ ടേപ്പൊന്നുമില്ല. അപ്പോൾ ഈ പാവപ്പെട്ട ആളുകൾ ഈ കാസറ്റ് ടേപ്പിൻ്റെ പടമുള്ള ഒരു റേഡിയോ ഒന്ന് ഡൽഹിയിൽ നിന്നൊക്കെ എഴുതി വരുത്തി വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ടേപ്പ് റെക്കോർഡെന്ന് തോന്നും, പക്ഷേ അത് റേഡിയോ ആണ്. എല്ലാ സ്വിച്ചുകളെല്ലാം ഇങ്ങനെ വെറുതെ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു റേഡിയോ കണ്ടാൽ നല്ല കൗതുകമായിരുന്നു. ഈ അടുത്ത കാലത്തും എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു കവറുണ്ടായിരുന്നു. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഇയർ 1985 85 പഠിക്കുന്ന സമയത്ത് തന്നെ TV-യുടെ ഒരു തരംഗം ഉണ്ടാവുകയാണ്. ഏഷ്യാഡോടുകൂടി തിരുവനന്തപുരത്ത് അതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങി. അപ്പോൾ TV ഒന്ന് നേരെ ചുവയൊന്ന് കാണാൻ ഒരു ITയിൽ ഞാൻ പോയി TV ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ അകത്ത് കയറ്റിയില്ല. അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ കമ്പോണൻസ് ഒക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ ഒരു വലിയ ബോർഡ്, TV-യുടെ ബോർഡ് മാത്രം, അത് കമ്പോണൻസ് എന്നല്ല, വെറും PCB മാത്രം. അങ്ങനെ അതിൻ്റെ വില
അന്ന് ചോദിച്ചപ്പോൾ 110 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വില കൊടുത്താൽ അത് വാങ്ങിക്കും. അതിൽ എഴുതിയിട്ടുണ്ട് ഓരോ കമ്പോണൻസ് ഇടുന്നതിൻ്റെ ആ ഒരു സ്ലോട്ടിൽ അത് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് ആ ഒരു ബോർഡുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സർക്യൂട്ട് അന്ന് നോക്കിയപ്പോൾ ഒരു ഓസ്കാർ എന്ന് പറഞ്ഞൊരു ടി വിയുടെ സർക്യൂട്ടിൻ്റെ സെയിം പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ടി വി ബോർഡ് വാങ്ങിക്കണമെന്നുള്ളൊരു താല്പര്യത്തിൽ പൈസയൊക്കെ ഒപ്പിച്ച് ഞാൻ ആ ബോർഡ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് ഇങ്ങനെ റെഫർ ചെയ്യുമായിരുന്നു സർക്യൂട്ട്. അന്നത്തെ എൻ്റെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ടി വി ഉണ്ടാക്കുക. അന്ന് ടി വി എല്ലായിടത്തും ഇല്ല. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 20 ഇഞ്ചിൻ്റെ ഒരു ബോർഡാണ് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ ഒരു 6 മാസം കൊണ്ട് ആ ബോർഡിൽ കംപ്ലീറ്റ് സാധനങ്ങളും ഇട്ട്, പക്ഷേ ചില സാധനങ്ങളുടെ ആ ഒരു വേരിയേഷൻ വരുത്തുന്ന സാധനങ്ങൾ ഞാൻ ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂകളൊക്കെ ചിലയിടത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടായിരുന്നു. ഈ അസംബിൾ ഇട്ട ശേഷം ഞാൻ അമ്മയെടുത്ത് പറയാം, അമ്മ ഒരു പിക്ചർ ട്യൂബ് വാങ്ങിച്ചെന്നാൽ ഞാൻ ടി വി ഉണ്ടാക്കി തരാം. അപ്പോൾ ഞാൻ ഈ ബോർഡ് വാങ്ങിച്ച ടി വിയുടെ ആണെന്ന് അവരൊക്കെ അറിഞ്ഞൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പിക്ചർ ട്യൂബ്, അന്ന് പിക്ചർ ട്യൂബ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ട്യൂബിന് 900 രൂപയാണ്. അപ്പോഴത് അത് കേട്ടെന്ന് ഒരാൾ പറയും എന്തായിരുന്നാലും അവ ഇത്രയും ഉണ്ടാക്കില്ലേ, ഒരു പൈസ കൂടെ 1000 രൂപ ആകുമ്പോൾ പോയി പിക്ചർ ട്യൂബ് വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഈ പിക്ചർ ട്യൂബ് ചുമന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു കവർ വാങ്ങിച്ച് അതിൽ ഫിറ്റ് ചെയ്ത് കുറേ കാലം അതിൽ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനിയും കമ്പോണൻസുകൾ വേണം. ഏകദേശം എല്ലാ കമ്പോണൻസുമായി ഞാൻ ടി വി ഓണാക്കിയപ്പം ടി വിയിൽ പിക്ചർ വന്നില്ല, ഒരു റാസ്റ്റർ പോലെ ഒരു പ്രകാശമെല്ലാം വന്ന്. ഇടയ്ക്കിടയ്ക്ക് സൗണ്ടുകളും വരുന്നുണ്ട്. ഞാൻ ആൻറ്റിനെ കൊടുത്തു നോക്കി, പക്ഷേ പിക്ചർ മാത്രം വരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു റേഡിയോ കടയിൽ, അന്ന് വർക്കലുള്ള ഒരു റേഡിയോ കടയിൽ ഞാൻ ചെന്ന് അതേ സർക്യൂട്ടുമായിട്ടുള്ള റേഡിയോ നോക്കിയപ്പോൾ ആ 1-2 കമ്പോണൻസിൻ്റെ ഭാഗത്ത് ചില വേരിയേഷൻ വരുത്തുന്ന പ്രീസെറ്റ് കൺട്രോളുകളാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് ഞാൻ അത് റെഫർ ചെയ്ത ശേഷം ആ പ്രീസെറ്റ് കൺട്രോൾ ഒരു 2.2K പ്രീസെറ്റ് അന്ന് ഇട്ടാൽ മതിയായിരുന്നു. അത് കൊണ്ട് ഇട്ട് അത് ചെറിയ വേരിയേഷൻ വരുത്തി തന്നെ ആ പിക്ചർ വന്നു. സോപ്പ് പൊട്ടിയിലാണ് ആദ്യമായിട്ട് ഒരു റേഡിയോ തന്നെ ഉണ്ടാക്കിയത്. പിന്നെ ടി വിയുടേത് അവൻ തിരുവനന്തപുരത്തിൽ ആക്രിക്കടയിൽ പോയി എല്ലാമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് സ്വന്തമായിട്ടുണ്ടാക്കി. ആദ്യമായിട്ടൊരു ആട്ടുംകുട്ടി അല്ലേ തന്നെ, ഒരു ആട്ടുംകുട്ടിയുടെ പടമാണ് അതിൽ ഇതായിട്ട് വന്നത്. അത് കാണാനായിട്ട് ഈ നാട്ടിലുള്ളവർ അത്രയും അവിടെ വരുമായിരുന്നു നമ്മളെ വീട്ടിൽ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഓരോരുത്തരുണ്ട് ചോദിക്കും അത് കാണാൻ പറ്റുമോ? ഓ കാണാൻ പറ്റും. അന്ന് ടി വി ആദ്യമായിട്ട് കാണുന്നത് തന്നെ എൻ്റെ മകൻ ഉണ്ടാക്കിയതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോഴാണെങ്കിൽ അതിനുള്ള ഒരു കഴിവില്ല. 1989 ഞാൻ എഞ്ചിനീയറിങ്ങിന് പോകുന്നത്. തിരുവനന്തപുരത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഹെഡ് എന്ന് പറഞ്ഞ ഒരു പാട്രിക് സാറായിരുന്നു. അപ്പം ഞാൻ ഇലക്ട്രോണിക്സിൻ്റെ ചെറിയ ചെറിയ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കി കാണിക്കുമായിരുന്നു, കുട്ടികളെ കാണിച്ച്. അപ്പോൾ ആ ഒരു ശാസ്ത്ര കൗതുകത്തോടു കൂടി പിള്ളേരെ നിരീക്ഷിക്കുന്നത് കണ്ടപ്പോഴത്തേന് എനിക്കൊരു ഇൻസ്പിറേഷൻ. അപ്പോൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഞാൻ കുട്ടികളെ കൊണ്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇത് വളരെ കൗതുകത്തോടു കൂടി, കാരണം അവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഈ ഇലക്ട്രോണിക്സിൻ്റെ ചില പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടുകൾ ഞാൻ കളക്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് ഫോർ യു എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ടായിരുന്നു, ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന. അങ്ങനെ അതിൽ നോക്കി ചില സർക്യൂട്ടുകൾ കണ്ടപ്പോഴത്തേക്ക് അതിനെ വാങ്ങിച്ചുണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ എത്രയെങ്കിലും കാലം കഴിഞ്ഞാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത്. കാരണം സാമ്പത്തികമായിട്ടുള്ളൊരു സ്രോതസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റേഡിയോ മെക്കാനിസം കിട്ടിയ ഒരു വരുമാനമാണ്, റേഡിയോ മെക്കാനിസത്തിലൂടെ കിട്ടുന്ന വരുമാനമാണ്. അപ്പോൾ ഈ കിട്ടിയ വരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ ഇതിനു വേണ്ടി ഞാൻ ചിലവാക്കും. അപ്പോൾ അന്ന് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ ഒരു LDR വെച്ചിട്ടുള്ള ഒരു ലൈറ്റ് ആക്ടിവേറ്റഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ. LDR എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. അപ്പോൾ ആ സെൻസറിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഇത് ഹൈ റെസിസ്റ്റിവിറ്റിയാണ് കാണിക്കുന്നത്. ലൈറ്റ് വീഴുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റിക്ക് മാറ്റം വരുന്നു. അതുകൊണ്ടാണ് ഈ സെൻസർ ഈ ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുന്ന സമയത്ത് അവരുടെ ഷെയ്ഡ് അടിച്ചു കഴിഞ്ഞാൽ ഇത് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതൊരു ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നെറ്റ്വർക്കിലാണ് ഈ ഇതിൻ്റെ ഇൻപുട്ട് ചെല്ലുന്നത്. അപ്പോൾ നോർമൽ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ കുറച്ചുകൂടി പ്രകാശം വീഴുകയോ കുറച്ച് ഷെയ്ഡ് വരികയോ ചെയ്യുന്ന സമയത്ത് ഇത് റിയാക്ട് ചെയ്യും. ഇപ്പം ഇവിടെ നോർമൽ ലൈറ്റ് കട്ടായതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻസർ ഞാൻ അത് ഉണ്ടാക്കിയിട്ട് ഒരു 10-20 വർഷമാവും. അപ്പോൾ അന്ന് കൈ കിട്ടിയ മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരു
എമർജൻസിയുടെ കവർ ഒന്ന് കിട്ടിയത്. ഞാൻ ഈ ആക്രിക്കടയിലൊക്കെ പോകുന്ന സമയത്ത് പല സാധനങ്ങളും കളക്ട് ചെയ്യും. അപ്പോൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഡിവൈസ് ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു മെക്കാനിക്കൽ റിലേ ആണ്. പഴയ VCRകളിലൊക്കെ ഇഷ്ടം പോലെ കാണും. മെക്കാനിക്കൽ റിലേ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ചെല്ലുന്നതനുസരിച്ച് ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫോഴ്സ് കൊണ്ട് ഈ റിലേ ഇതിൻ്റെ ലിവർ അകത്തോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ഒരു ഡോറ് ഓപ്പൺ ചെയ്യുന്നതിനോ ക്ലോസ് ചെയ്യുന്നതിനോ അത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു ബെല്ലെന്ന് പറയുമ്പോൾ ഇതൊരു മോട്ടറും ഇത് പഴയ സ്പീക്കറിൻ്റെ ഒരു കവറാണ്, ടോപ്പ് കവർ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നൊരു സംവിധാനമാണ് ഇതിൽ ബെല്ലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും നമുക്ക് കളയാനില്ല. ഇലക്ട്രോണിക് വേസ്റ്റിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇതിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്യൂരിറ്റി സംവിധാനം എന്നുള്ള രീതിയിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ വളരെ കൗതുകം തോന്നുന്ന ഒരു സംഗതിയാണ്. സാമ്പത്തികം തന്നെയാണ് പ്രശ്നം. നമുക്ക് കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗം പിന്നീടാണ് ഈ തിരുവനന്തപുരം ആക്രിക്കടയിൽ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് വേസ്റ്റ് സാധനങ്ങൾ കളക്ട് ചെയ്യാനും കൈ കിട്ടുന്ന എല്ലാം, കാരണം എനിക്ക് പിന്നീട് അപ്പോൾ അല്ലെങ്കിൽ പിന്നീട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് തോന്നിയുകൊണ്ട് ഞാൻ ആക്രിക്കടയിൽ ഒരു സ്ഥിരം സന്ദർശകനായിട്ട് മാറി. അപ്പോൾ ചില സാധനങ്ങൾ ഞാൻ ഇവിടെ സ്ഥിരം ചെല്ലുന്നതുകൊണ്ട് തന്നെ ചില സാധനങ്ങൾ പൈസ ഇല്ലെങ്കിലും പറയാൻ എടുത്തുകൊണ്ട് പോകാം, പിന്നീട് തന്നാൽ മതി എന്ന് പറയും. കാരണം ആദ്യമായിട്ട് ഞാൻ ഒരു മൈക്രോവേവ് ഓവൻ്റെ ചോദിച്ചപ്പോൾ ഞാൻ പറയും നാളെ വന്ന് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഇത് അഡ്വാൻസ് തന്നിട്ട് പോകുമെന്ന് പറയുന്നത്. നാളെ ചിലപ്പോൾ വേറെ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ അവരെ കൊടുക്കും. ഞാൻ പറയും അഡ്വാൻസ് ഒന്നുമില്ല, വേണമെങ്കിൽ എൻ്റെ വാച്ച് ഊരി വെച്ചു എന്ന് പറയും. ആക്രിക്കട കൊടുത്തു, ശരി നീ നാളെ ഒന്ന് വാങ്ങിച്ചു എന്ന് പറയും. വാച്ച് ഊരി കൊടുത്തിട്ട് ആ സാധനം ഞാൻ അപ്പോൾ അവിടെ വെച്ച് പിറ്റേന്ന് ഞാൻ പോയി പൈസ കൊടുത്ത് തന്ന്. പക്ഷേ ഇപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് പൈസ ഇല്ലെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന് പറയും. പരിചയമുണ്ട്. ആക്രിക്കടയിൽ വരെ അക്കൗണ്ട് തുടങ്ങി എന്ന് പറയും. കൂട്ടുകാരെ തന്നെ കളിയാക്കുമായിരുന്നു. ഇത് സാധാരണ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോവേവിൻ്റെ ഒരു ടാർജറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ സാധാരണ മൈക്രോവേവിൽ കാണുന്നതെന്ന് പറയുമ്പോൾ ഒരു ഹൈ വോൾട്ട് ട്രാൻസ്ഫോമറാണ്. നമ്മൾ കൊടുക്കുന്ന AC വോൾട്ടിന് ഒരു 2000 വോൾട്ട് AC ആക്കിയ ശേഷം ആ AC വോൾട്ടിന് ഒരു ഡയോഡും കപ്പാസിറ്ററും ഉപയോഗിച്ചുകൊണ്ട് ഇതാണ് എൻ്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ മാഗ്നട്രോണാണ്. അപ്പോൾ ഹൈ വോൾട്ടിൽ നടക്കുന്ന ഡിസ്ചാർജ് കൊണ്ടാണ് മൈക്രോവേവ് തരംഗങ്ങൾ വെളിയിൽ വരുന്നത്. അപ്പോൾ മൈക്രോവേവ് തരംഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ടർ മോളിക്യൂൾസിനെ വിഘടിപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന ഹീറ്റാണ് അതിന് ആ ഒരു സാധനത്തിന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന പോയിന്റിൽ നിന്ന് വരുന്ന മൈക്രോവേവ് തരംഗങ്ങൾ നേരിട്ട് ഒരു പോയിന്റിൽ അടിച്ചു കഴിഞ്ഞാൽ അവിടെ മാത്രം കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ഫാൻ ഉപയോഗിച്ച് അതിനെ സ്പ്രെഡ് ചെയ്ത് പാത്രത്തിൻ്റെ ഈ പാത്രം കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മൈക്രോവേവ് തരംഗങ്ങൾ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഹീറ്റ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മാഗ്നട്രോൺ എന്ന് പറയുമ്പോൾ ഒരു ശക്തിയായ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചെറിയ കോയിൽ എല്ലാം കൂടെ ഉള്ളൊരു സംവിധാനമാണ്. അപ്പോൾ അവിടെ ഈ ഹൈ വോൾട്ട് ഒന്ന് ഡിസ്ചാർജ് ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മൈക്രോവേവ് തരംഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഷീഡില്ലാതെ നമുക്ക് ഒരിക്കലും മൈക്രോവേവ് തരംഗങ്ങൾ മൈക്രോവേവ് ഓവനെ വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം നമുക്ക് പുറത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മൈക്രോവേവിൻ്റെ റേഡിയേഷൻ ഉണ്ടാകും, ഹീറ്റ് ഉണ്ടാകും, പൊള്ളൽ ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും പ്രൊട്ടക്ഷനോട് കൂടിയാണ് അതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഡോറിൽ തന്നെ ഡോർ തുറക്കുമ്പോൾ തന്നെ മൈക്രോവേവ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി ചെന്നപ്പോഴത്തേക്ക് കാര്യവട്ടം അവിടുത്തെ ഒരു സാറ് ചോദിച്ച് അൾട്രാസോണിക് സെൻസ് ചെയ്യുന്ന ഉണ്ടാകുന്നു. ഞാൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറയും സാറേ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇപ്പോൾ വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാൻ ഇത് അൾട്രാസോണിക് സെൻസറാണ്. അൾട്രാസോണിക് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ചെവിക്ക് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കുള്ള ശബ്ദങ്ങൾ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുകളിലോട്ടുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. പക്ഷെ മറ്റ് ജീവികൾക്ക് അത് കേൾക്കാൻ കഴിയും. അപ്പോൾ ആ ശബ്ദം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ഒരു സെൻസറാണിത്. ഇതെല്ലാം കളക്ട് ചെയ്തിട്ടുള്ള വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് അൾട്രാസോണിക് ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഡിവൈസിലൂടെ നമുക്ക് ഈ ശബ്ദം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് എൻ്റെ ട്രാൻസ്മിറ്ററാണ്, ഇത് എൻ്റെ റിസീവറാണ്. ഏകദേശം ഒരു 3 മീറ്റർ ചുറ്റളവിലുള്ള 3 മീറ്റർ വരെ ഇതിൽ നിന്ന് ഉള്ള സെൻസ് ചെയ്യുന്നുണ്ട്. 3 മീറ്റർ വരെ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ശബ്ദതരംഗങ്ങൾ. ഇതൊരു ചെറിയ ആംപ്ലിഫയറിൻ്റെ കവറാണ്. അതുപോലെ തന്നെ കാറിൻ്റെ ഹാണിൻ്റെ ഒരു
ഹോളാണ് ഈ കാണുന്നത്. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ലോ കോസ്റ്റ് മെറ്റീരിയൽസ് ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്മിറ്ററിൻ്റെ ഇതെന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റൽ ഡയഫ്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് വേവ്സ് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് ഒരു പ്രത്യേക പോയിന്റിൽ അടിക്കുന്നത് കൊണ്ടാണ് ഇത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളത്. ആ ഇടയ്ക്ക് ശാസ്ത്രഭവനം എന്നൊരു റൂറൽ ഇന്നോവേറ്റേഴ്സ് മീറ്റിന് എന്നെ വിളിക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് കോഴിക്കോടായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്, ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ അതിലും എൻ്റെ കുറച്ച് എക്സിബിഷൻ അവിടെ സംഘടിപ്പിച്ചതിൽ ഒരുപാട് കൗതുകം നിറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് പേര് അന്ന് അത് കണ്ട് വിലയിരുത്തുകയും ചെയ്ത് എനിക്ക് അതിനുള്ളൊരു സർട്ടിഫിക്കറ്റും കിട്ടി. അപ്പോൾ അന്ന് മുതലേ നമ്മളെ ഒരു ശാസ്ത്ര പ്രതിഭ എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവർ നോക്കി കാണുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉള്ളത് കൊണ്ടും എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു താല്പര്യം കൊണ്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടുകയും അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വസ്തുക്കൾ കൊണ്ട് തന്നെ ഓരോ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു വസ്തു യാദൃച്ഛികമായിട്ടാണ് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതായത് ഞാനൊരു ചെറിയ ഒരു ഇലക്ട്രോണിക്സ് യൂണിറ്റ് ഉണ്ടാക്കി ഞാൻ ഒരു മാറ്റിൽ ഇരുന്ന് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും അതിലൊരു ഇൻഡിക്കേഷൻ ഇങ്ങനെ തനിയെ കത്തുന്നത് കണ്ട്. അപ്പോൾ ഞാൻ ലൂസ് കോണ്ടാക്റ്റ് ആണെന്ന് കരുതി അതിന് വീണ്ടും ഈ മാറ്റിൽ ഇരുന്ന് ഞാൻ പിന്നെ മാറ്റിനൊന്ന് ഉരച്ചു നോക്കിയപ്പോൾ അത് കൂടുതൽ തെളിയുന്നതായിട്ട് കണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ മാറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ്, കണ്ടക്ടിവിറ്റി ഇല്ലാത്തൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് അത് ഉരസുന്ന സമയത്തുണ്ടാകുന്ന സ്റ്റാറ്റിക് കറണ്ട് അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സർക്യൂട്ടിനെ വീണ്ടും മോഡിഫൈ ചെയ്ത് ഇതിൻ്റെ പേര് ഇലക്ട്രോണിക് ഇലക്ട്രോസ്കോപ്പ് എന്നാണ്. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് മനസ്സിലായിക്കൊണ്ടിരുന്നത് ഇലക്ട്രോസ്കോപ്പിൻ്റെ സഹായത്താലാണ്. അപ്പോൾ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ഗോൾഡ് ലീഫുകൾ ഇതേപോലുള്ള ഒരു ഹെഡിൽ അതിൻ്റെ ചാർജ് ഒരേ ചാർജ് ആയതുകൊണ്ട് അത് ഡിവേർട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വസ്തുവിന് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നത് പണ്ട് കാലത്തെ ഇലക്ട്രോസ്കോപ്പിൻ്റെ സഹായത്താലാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഒരു മോഡിഫിക്കേഷൻ വരുത്തി എനിക്ക് ഇതിനൊരു ഇന്നോവേഷൻ അവാർഡും ഉണ്ട്. കുറച്ച് ഇലക്ട്രോണിക് കമ്പോണൻസും കൂടെ ചേർന്ന് ഉള്ള ഒരു സംവിധാനമാണ്. അതായത് 5 മീറ്റർ ചുറ്റളവിലുള്ള സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കണ്ടക്ടിവിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇതിലുണ്ടാവുന്ന ചാർജ് നമുക്ക് ഇത് എർത്ത് ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ട് ഉണ്ടാവുന്ന ചാർജ് ഇതിന് ചുറ്റും ഒരു ഹാളോ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 5 മീറ്റർ ചുറ്റളവിലുള്ള സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ഇതിന് ചുറ്റും ഒരു ഹാളോ പോലെ 5 മീറ്റർ ചുറ്റളവിൽ നിൽക്കുന്നതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഇതിൽ കിട്ടുന്നത്. ബാക്കിയുള്ളത് പല വഴിക്കും എർത്ത് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു വശം മാത്രമേ ഇതിൽ കിട്ടുന്നുണ്ട്. ഇത് ഉരസുമ്പോൾ ഉണ്ടാകുന്ന ചാർജ് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളിലും ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ആറ്റം ഇതിൻ്റെ പുറമേയുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോണുകളാണ് അതിൽ ചാർജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചാർജ് നഷ്ടപ്പെടുകയോ വന്നു ചേരുകയോ ചെയ്യുമ്പോഴാണ് ചാർജ് ഇതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഈ വസ്തുവിൽ നിന്ന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ട് ഇതിൽ വന്ന് ചേരുമ്പോൾ ഇതിന് നെഗറ്റീവ് ചാർജും നഷ്ടപ്പെടുന്ന വസ്തുവിന് പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഇതിൽ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, അതായത് റബ്ബ് ചെയ്ത് കാണിക്കുമ്പോൾ പോസിറ്റീവ് കൊണ്ടുവരുമ്പോൾ കാണിക്കുന്നു, ഇവൻ നെഗറ്റീവ് കൊണ്ടുവരുമ്പോൾ തിരിച്ചെടുക്കുമ്പോൾ കാണിക്കുന്നു. അപ്പോൾ ഇതൊരു പുതിയ അറിവാണ്. പോസിറ്റീവ് ചാർജ് കൊണ്ടുവരുമ്പോൾ കാണിക്കുന്നു, നെഗറ്റീവ് ചാർജ് കൊണ്ടുവരുമ്പോൾ തിരിച്ചെടുക്കുമ്പോൾ കാണിക്കുന്നു. അപ്പോൾ ഈ 2 ചാർജിനെ നമുക്ക് ഇതിൽ തിരിച്ചറിയാൻ കഴിയും. മാത്രമല്ല 5 മീറ്റർ ചുറ്റളവിലുള്ള ആ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത് ലോ കോസ്റ്റ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇത് ഗേറ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റൽ സ്പിയറാണ്. അപ്പോൾ ഇതൊരു ആൻറ്റിന പോലെയാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചാർജ് ആവുന്ന ഇലക്ട്രോണുകൾ ഞാൻ നേരത്തെ പറഞ്ഞ് ചുറ്റും ഒരു ഹാളോ പോലെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ പരിവേഷണത്തിൻ്റെ ഒരു അംശം ഇതിൽ കിട്ടി, ഇത് റിസീവ് ചെയ്ത്, അപ്പോൾ ഇതിൽ നിന്ന് കണക്ട് ആയിട്ടുള്ള ഇതിൻ്റെ ഡിവൈസിൻ്റെ ഇൻപുട്ടിലോട്ടാണ് ഈ സിഗ്നൽ ചെല്ലുന്നത്. അപ്പോൾ ഈ ആൻറ്റിനയിൽ നിന്ന് ഈ ഡിവൈസിൻ്റെ ഇൻപുട്ടിൽ ചെല്ലുന്ന സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്ത് അത് ഒരു മൾട്ടി സ്റ്റേജ് ബൂസ്റ്ററാണ്. അപ്പോൾ ആ ബൂസ്റ്ററിൻ്റെ ഔട്ട്പുട്ടാണ് ഈ മോട്ടറിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഡിവൈസ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു 3.7 വോൾട്ടേജ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇലക്ട്രോസ്കോപ്പിൽ വോൾട്ടേജിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ വോൾട്ടേജ് കൊണ്ട് തന്നെ അത് ആ മെറ്റൽസ് ഗോൾഡ് ലീഫ് ഡിവേർട്ട് ചെയ്ത് കാണിക്കും.
പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ചാർജിന് ഇത് റിയാക്ട് ചെയ്ത ശേഷം റിസീവ് ചെയ്ത ശേഷം ഇൻപുട്ടിൽ വന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ മോട്ടറിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കറങ്ങുന്നത്. അപ്പോൾ ഈ ഗ്ലോബൽ സയൻസ് മീറ്റിൻ്റെ പരസ്യം കൊടുത്തപ്പോഴത്തന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടവരെ ഞാൻ ഫോണിൽ വിളിക്കുകയും, അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാൾ എന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് അതിനൊരു പറ്റിയ ഒരു സാറുണ്ട് പറഞ്ഞു തരാം, ഒരു അജിത് സാറ്. അങ്ങനെ അജിത് സാറിനായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് അതിനുള്ള അവസരം തരാമെന്ന് പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് 4 സ്റ്റാളും തന്നു. അപ്പോൾ എൻ്റെ ഈ പ്രോജക്റ്റുകളെല്ലാം കൂടെ ഞാൻ അവിടെ എക്സിബിറ്റ് ചെയ്ത് ഇത് വളരെ കൗതുകത്തോടു കൂടി ഒരുപാട് കുട്ടികൾ നോക്കി കണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാനിത് കണ്ട് ഒരുപാട് സ്കൂളുകൾ എന്നെ അറിയിച്ച്. അപ്പോൾ 1-2 സ്കൂളുകളിൽ എനിക്കിപ്പം എക്സിബിഷൻ നടത്താനുള്ള ഒരു അവസരം കിട്ടി. ഒരു സ്കൂളിൽ ഇപ്പോൾ കഴിഞ്ഞിരുന്നു, തിരുവനന്തപുരം നാലാഞ്ചിറയുള്ള ഒരു സ്കൂളിൽ ഇപ്പോൾ കഴിഞ്ഞിരുന്നു. എൻ്റെ ഇരിക്കുന്ന പ്രോജക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു 10-20 വർഷം പഴക്കമുള്ളത് വരെ ഉണ്ട്. അത് അന്ന് കിട്ടിയ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയാണ്. നമുക്ക് അതിൻ്റെ ഒരു ആക്ച്വൽ ലുക്കിൽ ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇനിയും സമയങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഉള്ളതിനെ നുള്ളിപ്പിരുത്തി കളയാതെ ഉള്ളതിനെ മോഡിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇനിയും എൻ്റെ ജോലി. അപ്പോൾ അതിന് നമ്മൾ ആ പ്രോജക്റ്റിൻ്റെ ഒരു ആക്ച്വൽ സൈസിനും വലിപ്പത്തിനും അതിൻ്റെ മെറ്റീരിയൽസ് കണ്ടെത്തി വേണം ഇനി ഓരോന്നുണ്ടാക്കാനുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒത്തിരി ചിലവുണ്ട്. അപ്പോൾ ഇനി പല സ്കൂളുകളിലും എനിക്ക് അവസരം കിട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത് കണ്ടെത്താൻ എനിക്ക് കഴിയും. അപ്പോൾ വെള്ള കളർ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ നീല, പച്ച, ചുവപ്പ് ഇതെല്ലാം കൂടെ ഒരു പ്രത്യേക കോമ്പിനേഷനിൽ അടിക്കുമ്പോഴാണ് വെള്ളപ്രകാശം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ടാകും. അപ്പോൾ ഒരു മജന്ത കളറിലെ ഒന്ന്. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. സ്കൂളിൽ നിന്നാണോ? എവിടെയാണ്? തോന്നക്കില്ലേ? കുടവൂർ സ്കൂളിലല്ലേ? അതിൻ്റെ താഴെ ഒരു ടീച്ചറുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴെ ഷീജ ടീച്ചറാ? ഷീബ ടീച്ചർ. ഞാൻ ഇവിടെ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കാസറ്റ് പ്ലെയറാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പോൾ മോട്ടറും മെക്കാനിക്സും എല്ലാം ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. അപ്പോൾ ഇത് കറങ്ങുന്ന സമയത്ത് ഇതിലുണ്ടാകുന്ന മാഗ്നറ്റിക് തരംഗങ്ങൾ ഇതിനകത്ത് തന്നെ ഹെഡുണ്ട്. അപ്പോൾ ഈ ഹെഡിൽ നിന്ന് വെളിയിൽ സിഗ്നൽ വരത്തക്ക രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതും ഒരു ഹെഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഹെഡിൻ്റെ തരംഗങ്ങൾ ഇത് റിസീവ് ചെയ്ത ശേഷം ഇത് ആംപ്ലിഫൈ ചെയ്ത് കേൾക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് ഇലക്ട്രോണിക് കാറ്റർപില്ലർ എന്നാണ്. കാറ്റർപില്ലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചിത്രശലഭത്തിൻ്റെ കുഞ്ഞിനെയാണ് കാറ്റർപില്ലർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ചിത്രശലഭം അതിനകത്ത് പറക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം നിന്ന് കാരണം ഇവിടെ ഒരു ടച്ചിങ് സംവിധാനമുണ്ട്. ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഒരു ആൾട്ടർനേറ്റീവ് മാഗ്നറ്റാണ് ഇതിനെ റിപ്പൽ ചെയ്യിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം എ സി ഇവിടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 സൈക്കിൾ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് ഉയർന്നു വരുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ചെറിയ മാഗ്നറ്റ് ഉണ്ട്. ഒരു ചെറിയ മാഗ്നറ്റ് ആ 50 സൈക്കിളിൽ ഉയർന്നു വരുമ്പോഴത്തേക്ക് അതിന് പൊളാരിറ്റി ശരിക്കും കിട്ടാത്തത് കൊണ്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വീണ്ടും തെറിച്ചു പോകുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഗേറ്റിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റിൻ്റെ ഒരു കവറാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചെറിയ ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു ആർമേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇതിനകത്ത് മാഗ്നറ്റിക് ഡിവൈസ് ഇതിൻ്റെ റിപ്പലിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ അതിനെ ആൾട്ടർനേറ്റ് ഓണാക്കാനായിട്ട് ഒരു ടച്ച് സംവിധാനം ഉള്ള രീതിയിൽ ഒരു റിലേ സർക്യൂട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടച്ച് ചെയ്യുന്ന സമയത്ത് റിലേ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് DC മോട്ടറാണ്. DC മോട്ടറിന്റെ പ്രവർത്തനം കാണിക്കുന്നത്. ഇതൊരു DC മോട്ടറിന്റെ പ്രവർത്തനം കാണിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ചെറിയൊരു സംഗതിയാണ്. അപ്പം സാധാരണ മോട്ടറിനകത്ത് ഒരു ആർമേച്ചർ കാണും. അതേപോലെ മാഗ്നറ്റ്
റൗണ്ട് മാഗ്നറ്റിനകത്തായിരിക്കും ഇത് ഈ ആർമേച്ചർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റ് മാത്രമേ ഉള്ളത്. ഒരു മാഗ്നറ്റിയുടെ ഒരു സൈഡിൽ വെച്ചാൽ കൂടുതൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പവർ സപ്ലൈ കൊടുക്കുന്നത് ഇതിന്റെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞ ഒരു അർദ്ധവളയത്തിലാണ് അത് കൊടുക്കുന്നത്. കാർബൺ ബ്രഷ് ചേർന്ന വളയം, കാർബൺ ബ്രഷ് ചേർന്ന കമ്മ്യൂട്ടേറ്റർ ഇതിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ഈ DC വോൾട്ട് കൊടുക്കുന്ന സമയത്ത് ഇതും മാഗ്നറ്റ് ആവും. അപ്പൊ ഈ മാഗ്നറ്റിന്റെ പ്രവർത്തനം കൊണ്ട് ആണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ വോൾട്ടേജിന്റെ പൊളാരിറ്റി തിരിച്ചു കൊടുത്താൽ ഇതിന്റെ റൊട്ടേഷനും ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇപ്പൊ ക്ലോക്ക് വൈസിൽ കറങ്ങും. ഇതൊരു ഫോട്ടോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിന്റെ ട്രാൻസ്മിറ്ററും റിസീവറുമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഫോട്ടോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു ലേസർ ലൈറ്റാണ്. ഇത് മൈക്രോഫോൺ ഉപയോഗിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ശബ്ദ തരംഗങ്ങൾ ആംപ്ലിഫയർ വഴി മിക്സ് ആയിട്ട് ഔട്ട്പുട്ട് ലേസർ ബീമായിട്ടാണ് പോകുന്നത്. ഇത് എത്ര കിലോമീറ്റർ ദൂരെ ഇരുന്ന് നമ്മൾ ഇതേപോലെ ഈ സെൻസറിൽ അടിക്കുന്ന നമുക്ക് ശബ്ദതരംഗങ്ങൾ ഈ പ്രകാശത്തിലൂടെ പ്രകാശം ഒരു കാരിയറായിട്ട് ആണ് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഹലോ 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 ഇതിപ്പോ ലേസറാണ്. ഇപ്പൊ ഇത് സാധാരണ പ്രകാശമാണ്. ഹലോ 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 ഇത് ഞാൻ ഉണ്ടാക്കിയത് ഒരു 20 വർഷമാണ്. 20 വർഷത്തിന് മുമ്പ് ഞാൻ ചെറിയ ഒരു LED വെച്ച് ഒരു ചെറിയ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയപ്പോൾ ഇതിന്റെ ഒരു സാധ്യത എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒരു ലോങ് ഡിസ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ കുറച്ച് ഇന്നോവേഷൻസ് ഒക്കെ നടത്തിയ ശേഷമാണ് ഇതിന്റെ ഈ ഒരു പൂർണ്ണ രൂപത്തിൽ ഇതാക്കിയെടുക്കാൻ കഴിഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കെട്ടിടം നമ്മൾ കാണാൻ പറ്റും. നമുക്കൊരു ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് അടിച്ചും കൊണ്ട് തന്നെ നമുക്ക് അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ പറ്റും. ഇപ്പൊ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് പോണത് ലൈറ്റ് മാത്രമാണ് പോകുന്നത്. അപ്പൊ ആ ലൈറ്റ് ഇതിനകത്ത് ഒരു ഫോട്ടോ ട്രാൻസ്മിറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്, സെൻസറാണ്. അപ്പൊ ആ സെൻസർ ഇതിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചാണ് ആ സിഗ്നൽ വേരിയേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ട്രാൻസ്മിറ്ററും ഇത് റിസീവറുമാണ്. അപ്പൊ ഈ 2 യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. അപ്പൊ ഇതിന്റെ പേര് ജമ്പിംഗ് റിംഗ് എന്നാണ്. ജമ്പിംഗ് റിംഗ് പേര് പോലെ തന്നെ സ്വിച്ച് അടിക്കുന്ന സമയത്ത് ഒരു വളയം മുകളിലോട്ട് ജമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു പൈപ്പ് ഇറക്കി വെച്ചിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. അതായത് AC കറണ്ട് ചെല്ലുന്ന ഒരു ഫീൽഡ് കോയിലും അതിന്റെ സെൻട്രലിലാണ് ഈ പൈപ്പ് ഇറങ്ങി ചെല്ലുന്നത്. സ്വിച്ച് ഇടുന്ന സമയത്ത് തന്നെ ഈ പൈപ്പ് ഇലക്ട്രോ മാഗ്നറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൽ പോലെ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം. ട്രാൻസ്ഫോമറിൽ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇവിടെ സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഷോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വളയം മാത്രമാണ്. അപ്പോൾ ഇവിടെ ഷോർട്ട് ചെയ്തിരിക്കുന്ന അവസരത്തിൽ ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഈ വളയത്തിൽ ഷോർട്ട് ആയിക്കൊണ്ട് ഇവിടെ ഒരു എഡ്ഡി കറണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ചെറിയ മാഗ്നറ്റിക് റിപ്പൽ, ഇതുപോലെ ഒരു മാഗ്നറ്റിക്കിന്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് ഇത് ജമ്പ് ചെയ്യുന്നത്, മാഗ്നറ്റിക് റിപ്പൽ ചെയ്യുന്നത്. അപ്പൊ സ്വിച്ച് ഇടുന്ന സമയത്ത് ഇവിടെ ഷോർട്ട് ആകുന്ന എഡ്ഡി കറണ്ടാണ് ഇതിനെ മുകളിലോട്ട് തള്ളുന്നത്. ഒരു മാഗ്നറ്റിക് റിപ്പൽ സംഭവിക്കുന്നു. പിന്നെ ശാസ്ത്രവേദികളിൽ ഇപ്പോൾ എന്നെ പങ്കെടുപ്പിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. എൻ്റെ ഈ പ്രോജക്റ്റിലൊക്കെ അവിടെ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കുട്ടികളെ കൂടുതൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും ശാസ്ത്ര കൗതുകത്തിലൂടെ അവർക്ക് പല അറിവുകൾ കിട്ടുന്നതിനും സഹായിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇപ്പോൾ എന്നെ സമീപിക്കുന്നുണ്ട്. അവർക്ക് കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുക, ക്ലാസ്സുകൾ എടുക്കാൻ പോകുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കണ്ടക്ടർ ജോലിയാണ് ഇപ്പോൾ ഏകദേശം 23 വർഷം കഴിഞ്ഞ്. 2013 ഞാൻ സ്ഥിരമാവുന്നത്, KSRTCയിൽ സ്ഥിരപ്പെടുത്തുന്നത്. അപ്പോൾ NBSലാണ് ഇപ്പം ഡ്യൂട്ടി. NBSൽ ഒന്നുകൊണ്ട് നമുക്ക് പെൻഷൻ ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. ഈ വർഷം മെയ് മാസത്തിലാണ് എൻ്റെ റിട്ടയർമെൻറ്റ്. KSRTC ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ടൈം ഈ ശാസ്ത്ര മേഖലയിലോട്ട് കിടക്കാനും ഞാൻ മാറ്റിവെച്ച ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യാൻ എനിക്ക് സമയം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിലൂടെ എനിക്ക് ഒരുപാട്
എൻ്റെ മനസ്സിലുള്ള ഒരുപാട് ഐഡിയകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഐഡിയകൾ അതിനനുസരിച്ച് ഉള്ള പ്രോജക്റ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് അത് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ എനിക്ക് ഒരു മ്യൂസിയം അറേഞ്ച് ചെയ്യണമെന്നുണ്ട് എവിടെയെങ്കിലും, കാരണം സ്ഥിരമായിട്ട്. അപ്പോൾ ഈ പ്രോജക്റ്റുകൾ എനിക്ക് എക്സിബിറ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ അതിൽ വരും. അപ്പോൾ അതിന് വീണ്ടും കറക്റ്റ് ചെയ്ത് അടുത്തൊരു എക്സിബിഷന് പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ 1-2 മാസങ്ങൾ തന്നെ വേണ്ടി. അത് ഒഴിവാക്കാനായിട്ട് എനിക്ക് എവിടെയെങ്കിലും സ്ഥിരമായ ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ വെച്ച് തന്നെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹം.